ഹലോ, നല്ല നമസ്കാരം. ഭാരത മഹാശകലു വിജ്ഞാപ്തി. രവി തേജയും സംവിധായകൻ കിഷോർ തിരുമലയും ആദ്യമായി ഒന്നിക്കുന്ന ഒരു ചിത്രം. മാസ് മസാല ചേരുവകൾക്കൊപ്പം തന്നെ ശക്തമായ ഒരു സാമൂഹ്യ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ പൗരൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അഴിമതി, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവാവ് സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും രാഷ്ട്രീയക്കാരുടെ വാഗ്ദാന ലംഘനങ്ങളിലും കാരണം തൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ അടിസ്ഥാനം. ഭാരതത്തിലെ മാന്യമഹാജനങ്ങളോടുള്ള ഒരു അപേക്ഷ എന്ന അർത്ഥം വരുന്ന ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ജനങ്ങളോടുള്ള ഒരു വലിയ ചോദ്യം ചെയ്യലാണ്. തിരക്കഥയിൽ കോമഡിയും ഇമോഷനും തുല്യമായി കലർത്താൻ ഇതിൻ്റെ സംവിധായകന് പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. രവി തേജയുടെ പ്രകടനം നോക്കുമ്പോൾ മാസ് മഹാരാജ എന്ന ഒരു ടൈറ്റിലാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആഷിക രംഗനാഥ്, അതോടൊപ്പം തന്നെ ഡിംപിൾ ഹയാത്തിയും ഇവരാണ് നായികമാർ. സുനിൽ വെണ്ണലയും കിഷോർ കൂടി കോമഡിയൊക്കെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രവി തേജയുടെ എനർജിക് ഒരു ഇതിലും ഉണ്ട്. രണ്ടാം പകുതിയിൽ അദ്ദേഹം വളരെ ഗൗരവമേറിയ രംഗങ്ങളിൽ അദ്ദേഹം വളരെ പക്വതയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. വോട്ടിൻ്റെ വിലയെക്കുറിച്ചും പൗരധർമ്മത്തെക്കുറിച്ചും അദ്ദേഹം നന്നായിട്ട് തന്നെ വാചാലനാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മോണോലോഗൊക്കെ നല്ല ഗംഭീരമായിട്ട് കയ്യടി നേടുന്നുണ്ട്. കുറേ മാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് നോക്കുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ഒരുപക്ഷെ കിഷോർ തിരുമല ഒരുപാട് ഫാമിലി സിനിമകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു സിനിമയെ അദ്ദേഹം ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ആദ്യ പകുതിയിൽ കുടുംബ ബന്ധങ്ങളെയും പ്രണയത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാം പകുതിയിൽ പൂർണ്ണമായും സാമൂഹ്യ വിഷയങ്ങളിലേക്കാണ് മൊത്തത്തിൽ മാറുന്നത്. എങ്കിലും ചില സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കുറേ ലെക്ചറിങ് ഒക്കെ ഇതിൽ നടത്തുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സുനിലിൻ്റെയും ബെഡലയുടെയും കുറേ കോമഡിയൊക്കെ ഇത്തിരി ചില സ്ഥലങ്ങളിൽ നല്ല ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല ബോറിങ്ങും ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ BGM, മാസ് ഡയലോഗുകൾക്ക് നല്ല കിടിലം BGM ഉണ്ട്. പിന്നെ പാട്ടുകൾ അത്ര ഗംഭീരമായില്ല. ഒരു പാട്ട് മാത്രമാണ് രണ്ടുപേരും കൂടി ചേർന്ന 3 പേരുടെയും അവരുടെ പാട്ട് മാത്രമാണ്, ഒരു ഐറ്റം ഡാൻസ് പോലുള്ള ആ പാട്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കി 2 നായികമാരുമായിട്ടുള്ള പാട്ട് എനിക്കത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. BGM കിടിലമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം പല സ്ഥലങ്ങളിലും നല്ല എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, പല സീനുകളെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് BGMത്തിന് കഴിഞ്ഞിട്ടുണ്ട്. DOP നോക്കുമ്പോൾ ഹൈദരാബാദിലെ ഒരു തെരുവുകളെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഓഫീസുകളെയും വളരെ റിയലിസ്റ്റിക് ആയിട്ട് കോപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ സിനിമയുടെ ദൈർഘ്യം ഏകദേശം 2.25 മണിക്കൂറോളമുണ്ട്. ആദ്യ പതിയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇതിലൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി ഒരു ചെറിയ സാധനമാക്കി മാറ്റാമായിരുന്നു. ബഡ്ജറ്റ് വളരെ കുറഞ്ഞ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും ഗ്രീൻ മാറ്റ് പല സ്ഥലങ്ങളിലും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളെ കോമഡിയൊക്കെ കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ എലമെൻറ്റുകൾ തിരക്കഥയിൽ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വർത്തമാന ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെയധികം സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് വളരെയധികം ഗംഭീരമായിട്ട് ഇത് ഉപകാരപ്പെടും. വോട്ട് ചെയ്തത് പൗരൻ്റെ അവകാശം മാത്രമല്ല, അർഹമായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നത് വലിയൊരു കടമയാണെന്ന് സിനിമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വോട്ട് എന്നത് രാഷ്ട്രീയക്കാർക്ക് നമ്മൾ നൽകുന്ന ഒരു പിച്ചയല്ല, മറിച്ച് നമ്മുടെ ഭാവി നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് ആണ് ഈ സിനിമ ഓർമ്മപ്പെടുത്തുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ രാജാക്കന്മാരല്ല, മറിച്ച് ജനങ്ങളുടെ ശമ്പളം പറ്റുന്ന സേവകരാണെന്ന സത്യം ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തിൻ്റെ പോരായ്മകളെ
ഭയമില്ലാതെ ചോദ്യം ചെയ്യാൻ സാധാരണക്കാരൻ മുന്നിട്ടിറങ്ങണം. നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങൾ ചോദിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് എന്നതും ഈ സിനിമ ചോദിക്കാൻ വേണ്ടി മടിക്കാൻ പാടില്ല എന്നതും ആണ് ഈ സിനിമയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ ആദ്യം പൗരന്മാരുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. സിനിമ കൃത്യമായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. അഴിമതി ഇല്ലാക്കാൻ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കാതിരിക്കുകയും വോട്ടിന് പണം നമ്മൾ വാങ്ങാതിരിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ നരേഷൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അഴിമതികൾക്കെതിരെയുള്ള പ്രതികരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം എന്ന ഒരു വലിയ ബിഗ് മെസ്സേജ് കൂടി ഇതിൽ നൽകുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മെല്ലെപ്പോക്ക്, കഥയുടെ ഗൗരവം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ അത് പല സ്ഥലത്തും ഡോക്യുമെൻ്ററി സ്റ്റൈലിലേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും എനിക്ക് വിരസതയായിട്ട് തോന്നിയത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവർക്ക് ചിലപ്പോൾ ഇത്തിരി ബോറായിട്ട് തോന്നും. അറിയുന്നവർക്കും ചില സ്ഥലങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായ്മയും തോന്നാറുണ്ട് ചില വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയിൽ ചില സാധനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ മാറ്റ് കാണുന്നുണ്ടത്. പിന്നെ എഡിറ്റിങ്ങിൽ സിനിമ ഇത്തിരി വെട്ടിച്ചുരുക്കാമായിരുന്നു. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി പെട്ടെന്ന് ഒന്ന് വെട്ടിച്ചുരുക്കാമായിരുന്നു. സിനിമയിൽ എപ്പോഴും കാണുന്ന കോമഡി അല്ലെങ്കിൽ പ്രണയം, സ്ഥിരം ചെരുവുകൾ നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ നമ്മളെ നിരാശപ്പെടുത്തും. പിന്നെ പല സിനിമകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സീനുകളും എനിക്ക് തോന്നുന്നത് തെലുങ്കിൽ റിപ്പബ്ലിക്, പിന്നെ മലയാളത്തിലെ ജനഗണമന, അതോടൊപ്പം തന്നെ തമിഴിലെ സർക്കാർ, കോമാളി, അങ്ങനെയുള്ള പല സിനിമകളിലെയും പല കണ്ടന്റും ഇതിൽ തിരികെ അല്ലെങ്കിൽ ചുരണ്ടിയെടുത്ത് ഇതിൽ പിന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സിനിമകളെയും നമ്മുടെ മനസ്സിൽ വിട്ട് കൃത്യമായിട്ടും പൊളിറ്റിക്കൽ മൂവികൾ ശ്രദ്ധിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. വളരെയധികം പ്രെഡിക്റ്റബിളുമാണ് സാധനം എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ അവസാനം ക്ലൈമാക്സ് വളരെ ഗംഭീരമായ ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എത്ര പേർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ നൽകുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും വളരെ ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ്. അത്യാവശ്യം തുടക്കത്തിൽ കുറേ കോമഡികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ കുറേ ലവ് ട്രാക്കും അങ്ങനെയുള്ള എല്ലാ സാധനം ഫാമിലിയുമായിട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർക്കും വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. താങ്ക് യു.